പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി കൂട്ടിച്ചേർക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ മഹാദയയെ ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും എന്ന് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നതായി നാം വായിക്കുന്നുവല്ലോ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും കർത്താവ് തന്നെ ചേർത്തുകൊള്ളും എന്ന്. ആടുകളെ മേയിച്ച് നടന്നിരുന്നവനാ ദാവീദ്. ആട്ടിടയനായ ദാവീദിനെ ദൈവം ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തത് മുതൽ തനിക്ക് അനേകം ശത്രുക്കളുണ്ടായി. തൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, മകൻ എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞു. തൻ്റെ ജീവിതത്തിൽ മിത്രങ്ങളായിരുന്ന അനേകർ ശത്രുക്കളായി മാറി. ആരിൽ നിന്നും സഹായം കിട്ടിയില്ലെന്ന് മാത്രമല്ല, അവരെല്ലാവരും എതിർക്കുവാനും ഞെരുക്കുവാനും തുടങ്ങി. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അപ്പോൾ മുതൽ ദൈവിക ഇടപെടൽ വെളിപ്പെട്ട് വരുവാൻ തുടങ്ങി. മനുഷ്യർ തള്ളിക്കളയുന്ന വേളകളിൽ, മനുഷ്യർ ഞെരുക്കുന്ന വേളകളിൽ, മനുഷ്യർ ഉപേക്ഷിക്കുന്ന വേളകളിൽ കർത്താവായ ദൈവം ദാവീദിനെ ചേർത്തുകൊണ്ടു. ശത്രുക്കളുടെ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും ദൈവം ദാവീദിന് ജയം നൽകി. മനുഷ്യരാൽ തള്ളിക്കളയപ്പെടുന്ന വേളകളിൽ കർത്താവിൻ്റെ ഇടപെടൽ വെളിപ്പെട്ടു വരും. ദൈവം നമുക്കായി പ്രവർത്തിക്കും. ആരും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ കർത്താവ് നമുക്കായി കടന്നു വരും. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അതെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമുക്കായി പ്രവർത്തിച്ചതിന് നമ്മുടെ ജീവിതത്തിൽ അനേക ഉദാഹരണങ്ങൾ, ദൈവിക നന്മകളെ നാം അനുഭവിച്ചറിഞ്ഞ അനേക സംഭവങ്ങൾ, അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കാം. മനുഷ്യർ തള്ളിക്കളഞ്ഞ വേളകളിൽ കർത്താവ് നമുക്കായി പ്രവർത്തിച്ചുവല്ലോ. മനുഷ്യർ നമ്മെ ഉപേക്ഷിച്ച വേളകളിൽ ദൈവം നമ്മെ ചേർത്ത് കൊണ്ടുവല്ലോ. ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു മാസ്റ്റർ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന പിതാവേ. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്നു പിതാവേ. ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞ നാളുകളിൽ, ദൈവിക നന്മകൾ ലഭിച്ച നാളുകളിൽ അനേകർ മനുഷ്യർ, നമുക്ക് പ്രിയരായിരുന്നവർ നമ്മെ തള്ളിക്കളഞ്ഞ വേളകളിൽ കർത്താവ് ദയാപൂർവം നമ്മെ ചേർത്ത് ഓർത്ത് നമുക്ക് എല്ലാവർക്കും നന്ദിയോട് മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. മനുഷ്യർ തള്ളിക്കളഞ്ഞ നാളുകളിൽ ഞങ്ങളെ സ്നേഹിച്ചവനായ കർത്താവ് ഞങ്ങളുടെ അരികത്തേക്ക് കടന്നു വന്നതോർത്ത്, ഞങ്ങളെ വീണ്ടെടുത്തതോർത്ത്, ഞങ്ങളെ വിടുവിച്ചതോർത്ത്, ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് കർത്താവേ നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു പിതാവേ. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു പിതാവേ. അവിടുത്തെ സന്നിധിയിൽ മുട്ടുകളെ മടക്കുന്ന ഈ വേളയിൽ സ്വർഗം തുറന്ന് ദൈവാത്മശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ പിതാവേ. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാനും
മാത്രം ദൈവാത്മശക്തി വ്യാപരിക്കുമാറാകണമേ. ഉയരത്തിലെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുമാറാകണമേ. ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ കൂടെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമാറാകണമേ. ദൈവിക സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. നല്ലതല്ലോ നിൻ സ്നേഹം എത്രയോ ആശ്ചര്യമേ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. വിശുദ്ധ കരങ്ങളെ ഉയർത്തിയിടുവിൻ, അത്യുന്നതന് സ്തുതി പാടുവിൻ. വിശുദ്ധ കരങ്ങളെ ഉയർത്തിയിടുവിൻ, അത്യുന്നതന് സ്തുതി പാടുവിൻ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. സങ്കീർത്തനങ്ങളോടെ ഘോഷിക്കുവിൻ, പരിശുദ്ധനെ വാഴ്ത്തി പാടിടുവിൻ. സങ്കീർത്തനങ്ങളോടെ ഘോഷിക്കുവിൻ, പരിശുദ്ധനെ വാഴ്ത്തി പാടിടുവിൻ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. തന്മകളെ ധ്യാനിക്കുവിൻ, പരിപാലകനെ പുകഴ്ത്തിയിടുവിൻ. തന്മകളെ ധ്യാനിക്കുവിൻ, പരിപാലകനെ പുകഴ്ത്തിയിടുവിൻ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. എന്നാവൂ നിന്നെ നിത്യം സ്തുതിക്കും, നിൻ ദയ ജീവനേക്കാൾ നല്ലതല്ലയോ. അവിടുത്തെ വൻ കൃപയ്ക്കായി നന്ദിയോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നന്ദിയോട് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. കർത്താവേ, മനുഷ്യരാൽ കൈവിടപ്പെട്ടാലും മനുഷ്യരാൽ തള്ളിക്കളഞ്ഞാലും ഞങ്ങളെ കൈവിടാത്തവനായ, തള്ളിക്കളയാത്തവനായ, ഞങ്ങളെ ചേർത്ത് നിർത്തുന്നവനായ ഞങ്ങളുടെ പിതാവിനെ നന്ദിയോട് ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പിതാവേ, അവിടുന്ന് ചെയ്തു തന്ന നന്മകളെ ഓർത്ത് നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു, നന്ദിയോട് ഞങ്ങളങ്ങ്
ആരാധിക്കുന്നു കർത്താവേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നന്ദിയോട് ഞങ്ങളെങ്കിൽ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. என் தேவன் பெரியவரே, என் சூழ்நிலையை பார்க்கிலும் என் ரட்சகர் பெரியவரே, என் தேவைகளை காட்டிலும் என் தேவன் பெரியவரே, என் சூழ்நிலையை பார்க்கிலும் என் ரட்சகர் பெரியவரே. ஆராதிப்பே, உம்மை ஆராதிப்பே, ஆராதிப்பே எந்தன் வாழ்நாளெல்லாம். ஆராதிப்பே, உம்மை ஆராதிப்பே, ஆராதிப்பே எந்தன் வாழ்நாளெல்லாம். தண்ணீரை ரசமாக மாற்றி என் வெறுமையை நிறைவாக்கி நீரே, வெட்கத்தின் விளிம்பிற்கு சென்றும் என்னை நிறைவோடு மீட்டெடுத்தீரே. தண்ணீரை ரசமாக மாற்றி என் வெறுமையை நிறைவாக்கி நீரே, வெட்கத்தின் விளிம்பிற்கு சென்றும் என்னை நிறைவோடு மீட்டெடுத்தீரே. ஆராதிப்பே, உம்மை ஆராதிப்பே, ஆராதிப்பே எந்தன் வாழ்நாளெல்லாம். ஆராதிப்பே, உம்மை ஆராதிப்பே, ஆராதிப்பே எந்தன் வாழ்நாளெல்லாம். எதிரான சூழ்ச்சியை உடைத்து என் எதிரியை மேற்கொண்டீரே, நான் தலை குனிந்த இடத்தில் எல்லாம் என் தலை உயர்த்தி வைத்தீரே. எதிரான சூழ்ச்சியை உடைத்து என் எதிரியை மேற்கொண்டீரே, நான் தலை குனிந்த இடத்தில் எல்லாம் என் தலை உயர்த்தி வைத்தீரே. ஆராதிப்பே, உம்மை ஆராதிப்பே, ஆராதிப்பே எந்தன் வாழ்நாளெல்லாம். ஆராதிப்பே, உம்மை ஆராதிப்பே, ஆராதிப்பே எந்தன் வாழ்நாளெல்லாம். கோணலை நீராக மாற்றி பள்ளத்தை மேடாக்கி நீரே, திறக்காத கதவுகளெல்லாம் உம் கிருபையால் திறந்திட்டதே. கோணலை நேராக மாற்றி பள்ளத்தை மேடாக்கி நீரே, திறக்காத கதவுகளெல்லாம் உம் கிருபையால் திறந்திட்டதே. ஆராதிப்பே, உம்மை ஆராதிப்பே, ஆராதிப்பே எந்தன் வாழ்நாளெல்லாம். ஆராதிப்பே, உம்மை ஆராதிப்பே,
ആരാധിപ്പേ എന്റെ வாழ்நாளெல்லாம். ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും എല്ലാ നന്മകളെ ഓർത്ത് നന്ദിയോട് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എല്ലാവർക്കും ചേർന്ന് നന്ദിയോട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവേ. കർത്താവേ, അല്പനേരം കൂടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവാത്മശക്തി പിന്നെയും പ്രവർത്തിക്കുമാറാകണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മ ആജ്ഞ പ്രവർത്തിക്കുമാറാകണമേ. ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഓരോ ഹൃദയങ്ങളോടും ഇടപെടുമാറാകണമേ പിതാവേ. ഞങ്ങൾ ശ്രവിക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാൻ, ദൈവത്തിന്റെ സകല നന്മകളെയും ഞങ്ങൾ വീണ്ടും പ്രാപിക്കുവാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു പിതാവേ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുന്നതിനാൽ, ഞങ്ങളുടെ കർത്താവിന്റെ വൻകരം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളേവരെയും താഴ്ത്തി അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Hallelujah. സങ്കീർത്തനം 34. സങ്കീർത്തനം 34 വാക്യം 4. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിപ്പിച്ചു. ഇവിടെ ദാവീദ് പറയുന്ന ഒരു സങ്കീർത്തനമാണ് നിങ്ങൾ കേട്ടത്. ദാവീദ് പറയുന്നു, ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എനിക്കവൻ മറുപടി തന്നു, എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിപ്പിച്ചു. ഹല്ലേലൂയ. അവൻ എല്ലാ ഭയങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചു. ഞാൻ വളരെ വൈഷമ്യത്തിലായിരുന്നു, വളരെ ഞെരുക്കത്തിലായിരുന്നു, അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചു. എന്നെ സഹായിക്കുന്നത് എൻ്റെ ദൈവം മാത്രമാണ്. ആ ദൈവത്തെ ഞാൻ അന്വേഷിച്ചു. ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചു. അവൻ എൻ്റെ ഭയങ്ങളെയെല്ലാം മാറ്റി തന്നു. ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചു. കർത്താവേ എന്ന് ഞാൻ വിളിച്ചു. എൻ്റെ കർത്താവേ എന്ന് ഞാൻ വിളിച്ചു. വിളിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ കഷ്ടങ്ങൾ, എൻ്റെ വേദനകൾ അറിയാമായിരുന്ന എൻ്റെ ദൈവം എനിക്കെന്താണോ ആവശ്യം അതെനിക്ക് നിവർത്തി ചെയ്ത് തന്നു. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയങ്ങളെല്ലാം എടുത്തു മാറ്റി. എന്നിലുണ്ടായിരുന്ന ആകുല ചിന്തകളെല്ലാം എടുത്തു മാറ്റി. ഞാൻ വിളിച്ചപ്പോൾ അവൻ വിളി കേട്ടു. ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, ഞാൻ വിളിച്ചപ്പോൾ അവൻ വിളി കേട്ടു. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇത് മനസ്സിലാക്കണം.
വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആര് വിളിച്ചാലും ദൈവം വിളി കേൾക്കുമോ? ഇതൊരു ചോദ്യം. ഇല്ല. നല്ല മനസ്സുള്ളവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവർ, ദൈവഭയത്തിലും ഭക്തിയിലും കഴിയുന്നവർ, ബൈബിളിലെ വചനങ്ങൾ എന്തു പറയുന്നുവോ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചവർ, അങ്ങനെ ഉള്ളവരുടെ മനസ്സിലെ അവസ്ഥ എന്താണെന്നും അതിൻ്റെ മനസ്സിലുള്ള വിശുദ്ധി എന്താണെന്നും ദൈവം അറിയുന്നു. നമ്മൾ ഓരോരുത്തരെയും ദൈവം പ്രത്യേകം അറിയുന്നു. നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണ്, പുറമെ പറയുന്നത് എന്താണ്, ദൈവത്തോടുള്ള ഭക്തി എന്താണ്. ദൈവത്തെ നോക്കി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോൾ ഈ സ്തോത്രം എന്നുള്ള വാക്ക് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നും പൊട്ടി വരുന്നതാണോ, അല്ല വെറുതെ അധരങ്ങൾ കൊണ്ട് ഉച്ചരിക്കുന്നതാണോ? ഇതെല്ലാം ദൈവത്തിനറിയാം. ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദിന് നല്ല ധൈര്യമുണ്ട്. കാരണം ദാവീദ് കുറ്റമറ്റവനാണ്. കുറ്റമില്ലാത്ത ദാവീദിൻ്റെ പ്രാർത്ഥന, അവൻ്റെ വിളി, കർത്താവിനെ നോക്കിയുള്ള അവൻ്റെ വിളി, ആ വിളിക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് അവന് ഉറപ്പാണ്. അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഉറപ്പിന്മേലാണ് ദാവീദ് കർത്താവിനെ നോക്കി വിളിക്കുന്നത്. എങ്ങനെ? ഞാൻ കർത്താവിനെ അന്വേഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ഉടനെ ഉത്തരമരുളി. എൻ്റെ വേദനകൾ മനസ്സിലാക്കിയ എൻ്റെ കർത്താവ് എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിപ്പിച്ചു. എനിക്ക് മോചനം നൽകി. എനിക്കവൻ മോചനം നൽകി. എൻ്റെ ഭയങ്ങളെല്ലാം തീർന്നു. എൻ്റെ ആശങ്കകളെല്ലാം തീർന്നു. എൻ്റെ മനസ്സിലെ വൈഷമ്യങ്ങളെല്ലാം തീർന്നു. എൻ്റെ പ്രശ്നങ്ങൾക്കുടനെ പരിഹാരം കർത്താവ് തന്നു. അടുത്ത വാക്യം, അവനെ നോക്കി തേജസ്വികളാകുക. അങ്ങനെയുള്ള കർത്താവിനെ നോക്കി തേജസ്വികളാകുക. പിന്നെ നിങ്ങൾ ഒരു കാലവും ലജ്ജിക്കേണ്ടി വരികയില്ല. അവനെ നോക്കി തേജസ്വികളാകുക. അതെന്താണ് അവനെ നോക്കി തേജസ്വികളാകുന്നത്? അവനെ നോക്കുമ്പോൾ തന്നെ നിൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ടാകും. നിൻ്റെ മുഖത്തിലൊരു പ്രകാശം ഉണ്ടാകും. എൻ്റെ കർത്താവെന്ന് വിളിക്കുമ്പോൾ തന്നെ നിന്നെ അറിയാതെ ഒരു സന്തോഷം നിൻ്റെ മനസ്സിലുണ്ടാകണം. എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചു, ഞാൻ എൻ്റെ കർത്താവിനെ വിളിക്കുന്നു. മുഖത്ത് പ്രസാദം, മുഖത്തൊരു പ്രസാദം, ഒരു ഐശ്വര്യം, ഒരു ശോഭ, ഒരു മാനസികമായ ഒരു മാറ്റം. എന്താണ്? സന്തോഷം കൊണ്ട് നിറയുന്നു കർത്താവിനെ വിളിച്ചപ്പോൾ. ദാവീദ് പറയുന്നതാണ്, ഈ അനുഭവം നിനക്കും ഉണ്ടാകണം, ഈ അനുഭവം നിന്നിലും ഉണ്ടാകണം. എങ്കിലേ നീ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നത് നിനക്ക് മനസ്സിലാകും. നീ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലല്ല എങ്കിൽ, ദൈവചിന്തന ഇല്ലാത്ത ആളാണെങ്കിൽ, കാര്യം നടക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നവനാണെങ്കിൽ നിനക്ക് തേജസ്വിക്കാൻ പറ്റില്ല, നിനക്ക് ശോഭിക്കാൻ പറ്റില്ല, നിന്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകില്ല. കർത്താവിനെ വിളിക്കുമ്പോൾ സാധാരണ രീതിയിൽ നീ വിളിച്ചെന്ന് വരും കാര്യസാധ്യത്തിനായി. അങ്ങനെയല്ല.
ഇവിടെ ദാവീദ് വിളിക്കുന്നു. എങ്ങനെ? അവൻ പറയുന്നു, ഈ ദാവീദ് പറയുന്നു, അവനെ നോക്കി തേജസ്വികളാകുക. എന്തിനു ദുഃഖിക്കുന്നു? എന്തിനു പ്രയാസപ്പെടുന്നു? എന്തിനു വേദനപ്പെടുന്നു? ഇതിൻ്റെ കാര്യം എന്താണ്? നിന്റെ കർത്താവ് നിന്റെ അരികിലുണ്ടല്ലോ. ആ കർത്താവിനെ നോക്കുമ്പോൾ തന്നെ നീ തേജസ്വിയായി മാറും. പിന്നെ നിങ്ങൾ ഒരു നാളും ലജ്ജിക്കേണ്ടി വരില്ല. ആ തേജസ് നിന്റെ മുഖത്ത് വരുമ്പോൾ, അപ്പോൾ എൻ്റെ കർത്താവിനെ നോക്കി ഞാൻ വിളിച്ചാൽ എൻ്റെ വിളിക്കും കർത്താവ് ഉത്തരം തരും, എൻ്റെ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരിയായി കാണപ്പെടും എന്നുള്ള ചിന്ത നിൻ്റെ മനസ്സിൽ വരുമ്പോൾ നിൻ്റെ മുഖത്തിൽ ഒരു ഐശ്വര്യം, ഒരു പ്രസാദം, അങ്ങനെ ഉണ്ടാകുമെന്നുണ്ടേ എങ്കിൽ ആ അനുഭവം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സംഭവിക്കുന്നു എങ്കിൽ പിന്നെ ഒരിക്കലും നീ ദുഃഖിക്കേണ്ടി വരില്ല. ദുഃഖിക്കേണ്ടി വരില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അവൻ എന്നെ രക്ഷിച്ചവനാണ്. അവൻ എനിക്ക് അഭിഷേകം നൽകിയവനാണ്. അവൻ എന്നെ മകനായി മകളായി കണ്ടവനാണ്. അവനെ അബ്ബാ എന്ന് വിളിക്കുവാനുള്ള പുത്രസ്വീകാരത്തിൻ്റെ ഒരു സൗജന്യം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നു. അവൻ എൻ്റെ അപ്പനാകുന്നു. വീണ്ടും ദാവീദ് പറയുന്നു, ഈ പാവപ്പെട്ടവൻ നിലവിളിച്ചു, കർത്താവ് അയാളെ കേട്ടു. ഈ പാവപ്പെട്ടവൻ, ദാവീദ് സ്വയം തന്നെ പറയുകയാണ്, ഈ പാവപ്പെട്ടവൻ. ആരാണ് ഈ ദാവീദ്? ഈ ദാവീദ് ആരാണ്? ചക്രവർത്തിയാണ്, രാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇസ്രായേലിൻ്റെ രാജാവ് സ്വയം പറയുന്നു, ഈ പാവപ്പെട്ട ഞാൻ നിലവിളിച്ചു, കർത്താവ് എന്നെ കേട്ടു. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഈ പാവപ്പെട്ടവൻ നിലവിളിച്ചപ്പോൾ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. അയാളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും രക്ഷിച്ചു. എന്നെ എല്ലാ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എൻ്റെ വിളി കേട്ടപ്പോൾ തന്നെ ഓടി വന്ന് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരിയായി കടന്നു വന്ന് എൻ്റെ എല്ലാ ദുരിതങ്ങളും എടുത്തങ്ങ് മാറ്റി. അതാണ് രക്ഷിക്കപ്പെട്ട, അഭിഷേകം ചെയ്യപ്പെട്ടവർക്കുള്ള ഒരു പ്രത്യേക ഒരു അനുഗ്രഹം, ഒരു കൃപ. നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ നീ വിളിച്ചാൽ കർത്താവ് വരും. നീ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ വിളിച്ചാൽ നിൻ്റെ കർത്താവ് നീ ഇരിക്കുന്നിടത്ത് വരും. നിൻ്റെ വീട്ടിലോ വെളിയിലോ പുറത്തോ എവിടെയായിരുന്നാൽ നീ പറയുന്നത് കർത്താവ് കേൾക്കും. നിൻ്റെ ആവശ്യങ്ങൾ ഉടനെ നിറവേറ്റി തരും. രക്ഷിക്കപ്പെട്ടാൽ ഈ അനുഭവം കിട്ടും. നിനക്ക് കിട്ടിയില്ലയോ? ഇതേവരെ കിട്ടിയിട്ടില്ലയോ? നീ വിളിച്ചാൽ കർത്താവ് വന്നിട്ടില്ലയോ? നീ വിളിച്ചാൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലയോ? എങ്കിൽ നീ രക്ഷ കളഞ്ഞ ആളാണ്. നീ നിൻ്റെ കാര്യം കാണാൻ വേണ്ടി വന്ന് കാര്യം തീർന്ന ഉടനെ നീ പൊക്കളഞ്ഞ് രക്ഷയെ ദൂരെ വലിച്ചെറിഞ്ഞ് ഈ കടലിൽ എറിഞ്ഞിട്ട് നീ ഓടിക്കളഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കർത്താവ് നിനക്ക് കൃപയാൽ നൽകി. ആ വൻ കൃപയെ നീ ഇല്ലാതാക്കി. പിന്നെ നിനക്കൊരു ആപത്ത്, ഒരു പ്രശ്നം കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ടാകും. അതിൻ്റെ ശിക്ഷയായിട്ട് നീ കർത്താവിനെ വെടിയുമ്പോൾ, രക്ഷയെ അവഗണിക്കുമ്പോൾ, നിനക്ക് കിട്ടിയ അഭിഷേകാത്മാവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ
അതിനൊരു ശിക്ഷ ഉണ്ട്. ആ ശിക്ഷ കിട്ടാതെ നീ പോകുകയില്ല. ഇതാണ് ബൈബിളിലെ സത്യം. അപ്പോൾ കൃപ നഷ്ടപ്പെടുത്താതെ കിട്ടിയ രക്ഷയിലും അഭിഷേകാത്മാവിലും ഉറച്ചു നിന്നുകൊണ്ട് ദൈവം തന്നിട്ടുള്ള വരദാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം നീ കാണപ്പെട്ടാൽ നിനക്ക് ഈ ലോകത്ത് കഷ്ടങ്ങളില്ല, നഷ്ടങ്ങളില്ല, വേദനകളില്ല, കടമില്ല, ഒന്നും വരിയില്ല. അതാണ് യേശു. അപ്പോൾ സാരാംശം എന്താണ്? ദാവീദ് നിലവിളിച്ചു കർത്താവിനെ നോക്കി, കർത്താവേ, ഞാൻ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, എനിക്ക് മനവേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എൻ്റെ ദുഃഖങ്ങളെല്ലാം അകറ്റിത്തരണമേ. മനസ്സ് നിറയെ ഭയമാണ് എനിക്ക്. എൻ്റെ ശത്രുക്കൾ എന്നെ ഭയപ്പെടുത്തുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെ വേട്ടയാടുന്നു കൊല്ലാനായിട്ട്. 4 ഭാഗത്തു നിന്നും എൻ്റെ ശത്രുക്കൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു സ്വസ്ഥതയുമില്ല, മനപ്രയാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ശത്രുക്കളെ ഞാൻ ഭയക്കുകയാണ്. കർത്താവേ, നീ വരണമേ എനിക്ക് തുണയായി എന്ന് ഈ ദാവീദ് നിലവിളിച്ചപ്പോൾ കർത്താവ് വന്നു സകലതും എടുത്തു മാറ്റി. ദാവീദ് അഭിഷേകം പ്രാപിച്ചവനാണ്. ദാവീദ് രാജാവ് അഭിഷേകം പ്രാപിച്ചവനാണ്. ശമൂവേലിനെ കൊണ്ട് അഭിഷേകം പ്രാപിച്ചവനാണ് ദാവീദ്. ദാവീദിന് കർത്താവ് അഭിഷേകം കൊടുത്തിരുന്നു. ആ കാലത്ത് അതേ അഭിഷേകം ഇടപ്പാടിൽ വന്ന് നീയും സ്വീകരിച്ചു. വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം. കാത് മന്ദീഭവിച്ചു പോയിട്ടില്ല. നിന്റെ വിളി കേൾക്കത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ കാതുകൾ തുറന്നിരിക്കുകയാണ്. പക്ഷെ നീ അത് മനസ്സിലാക്കിയിട്ടില്ല. നിനക്ക് വേണ്ടത് നശ്വരമായ കാര്യങ്ങളാണ്. വെറും നശ്വരമായ കാര്യങ്ങളിൽ നീ തൂങ്ങിക്കിടക്കുകയാണ്. കർത്താവേ, എനിക്കത് തരണമേ, ഇത് തരണമേ, മോന് നല്ല സംബന്ധം വരണമേ, നല്ല പഠിപ്പ് കിട്ടണമേ, നല്ല ജോലി കിട്ടണമേ, നല്ല ശമ്പളം കിട്ടണമേ. ഇതൊക്കെയാണ് നിൻ്റെ വിളിയും പരിപാടികളും. കർത്താവ് എല്ലാം ചെയ്തു തരുന്നവനാണ്. ആദ്യമാദ്യം എന്നെയും എൻ്റെ രാജ്യത്തെയും അന്വേഷിക്കുക, എങ്കിൽ നിങ്ങൾക്കുള്ളത് കൂട്ടിച്ചേർത്ത് കൊടുക്കപ്പെടും. ലോകത്ത് നിനക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം കൂട്ടിച്ചേർത്ത് നിനക്ക് ഞാൻ തരാം. ആദ്യം എന്നെ അന്വേഷിക്കുക, എൻ്റെ അടുക്കൽ വാ എന്ന് യേശു വിളിക്കുകയാണ്. യേശുവിൻ്റെ അരികിൽ പോകാൻ എത്ര പേരുണ്ട്? അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ രക്ഷയിൽ നീ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ, നിനക്ക് കിട്ടിയ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നീ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ നിനക്കൊരു ചുക്കും നടക്കില്ല. നീ ചത്തുപോകും കുറേ കഴിഞ്ഞ്. ദൈവത്തോടൊപ്പം ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ സുഗമമായിട്ട് കർത്താവ് നടത്തി തരുന്നത് ഒഴികെ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രത്യേക സ്ഥാനവും അവിടെ നമുക്ക് പ്രത്യേക കരുതലും അവിടെ നമുക്കൊരു ഗ്രഹവും നിർമ്മിച്ച് കർത്താവ് കാത്തിരിക്കുന്നു. അതറിയാമോ? നിനക്ക് കിട്ടിയ ഭാഗ്യം അതാണ്. രക്ഷയും അഭിഷേകവും എന്ന് പറയുന്നത് അതാണ്. സങ്കീർത്തനം 40 അതിൻ്റെ 1-ാമത്തെ വാക്യം. സങ്കീർത്തനം 40 അതിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ കർത്താവിനായി ക്ഷമാപൂർവം കാത്തിരുന്നു. ദാവീദ് പറയുന്നു, ഞാൻ കർത്താവിനോട് എൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. എൻ്റെ കർത്താവ് എൻ്റെ കാര്യങ്ങൾ നിറവേറ്റിത്തരും. ആ നിറവേറ്റി തരുന്നത് വരെ എൻ്റെ കർത്താവിനെ നോക്കി ഞാൻ കാത്തിരിക്കും. ആ കർത്താവ് എനിക്ക് എല്ലാം ചെയ്തു തരും. കാരണം ആ കർത്താവ് എനിക്ക് അപ്പനായി മാറിയിരിക്കുന്നു. ഞാൻ അവൻ്റെ മകനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കായി എല്ലാം ചെയ്യുമെന്നുള്ള ഉറപ്പിൽ ഞാൻ ക്ഷമാപൂർവം കാത്തിരുന്നു.
അവൻ എൻ്റെ നേർക്ക് ചെവി ചായ്ച്ച് എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. അവൻ എൻ്റെ നേർക്ക് ചെവി ചായ്ച്ചു. കർത്താവ് അവൻ്റെ നേരിൽ ചെവി ചായ്ച്ചു. എന്താണ് മോൻ, എന്താണ് വേണ്ടത്, പറ, കേൾക്കട്ടെ എന്ന് തല താഴ്ത്തി ചെവി കൊടുത്തു, കേട്ടു. അവൻ്റെ വിണ്ണപ്പം, അവൻ്റെ ആവശ്യം എന്താണോ അത് കർത്താവിനോട് പറഞ്ഞു. കർത്താവ് അത് നിറവേറ്റി. കർത്താവ് അത് നിറവേറ്റി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒന്ന് ഓർക്കണം, നിനക്കും ചെവി ഓർത്ത് നിൻ്റെ നിലവിളി കേൾക്കുവാൻ, നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ ചെവി ചായ്ച്ചു വരുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്. അവനാണ് യേശു ക്രിസ്തു. അവനാണ് നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. അവനാണ് രക്ഷയും അഭിഷേകവും നമുക്ക് നൽകിയത്. അവനാണ് നമ്മെ മക്കളാക്കി മാറ്റിയത്. മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് ഒരു അച്ഛൻ്റെ കടമയാണ്. ഒരു പുത്രൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് അത് പിതാവിൻ്റെ കടമയാണ്. അപ്പോൾ നീ ആ അപ്പനോട് ചോദിക്കാൻ നിനക്ക് കടമയുണ്ട്. നീ ചോദിക്കുമ്പോഴേക്കും അവനത് നിറവേറ്റി തരുവാനുള്ള കടമ അവനുമുണ്ട്. ഈ സത്യം നീ മനസ്സിലാക്കണം. എന്തുകൊണ്ടങ്ങനെ നടക്കുന്നില്ല? നീ അങ്ങനെ ഉള്ളവളായി മാറിപ്പോയി. ദൈവത്തോട് സ്നേഹമില്ല, മറ്റുള്ളവരോടും സ്നേഹമില്ല, സ്വന്തം കാര്യം സിന്ദാബാദ്, എനിക്കത് വേണം ഇത് വേണമെന്ന് പരാതികളല്ലാതെ നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ള ചിന്തയും നിനക്കില്ല. പിന്നെ എങ്ങനെ? രക്ഷിക്കപ്പെട്ടയാൾ, അഭിഷേകം സ്വീകരിച്ചയാൾ ഓർക്കണം, എൻ്റെ കർത്താവിൻ്റെ സ്വന്തം മകനാണ് ഞാൻ, എൻ്റെ കർത്താവിൻ്റെ സ്വന്തം മകളാണ് ഞാൻ. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരേണ്ടത് ആ യേശുവാണ്. ആ യേശുവിന് ആ കടമയുണ്ട്. ഞാൻ യേശുവിൻ്റെ മകളാണ്, അത് സത്യമാണെങ്കിൽ അവൻ നിറവേറ്റിത്തരും. ഞാൻ യേശുവിൻ്റെ മകനാണെന്നുള്ള കാര്യം സത്യമാണെങ്കിൽ അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ കാര്യങ്ങൾ നിറവേറ്റി തരും. ഈ ഉറപ്പ് നിനക്ക് വേണം. ആ ഉറപ്പ് എന്തുകൊണ്ട് വരുന്നില്ല? മനസ്സ് അങ്ങനെ ആയിപ്പോയി, ഹൃദയം അങ്ങനെ ആയിപ്പോയി, പാപം നിറഞ്ഞ ഹൃദയം. വിശുദ്ധി എന്നുള്ളതില്ല, വിശുദ്ധിയില്ല. വചനം സ്വീകരിക്കുന്നില്ല, വചനപ്രകാരം നടക്കുന്നില്ല. മനസ്സാക്ഷിയിൽ തെറ്റുണ്ട്, നീ ശരിയല്ല, നീ കുറ്റക്കാരനാണ്, നീ കുറ്റക്കാരിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം നിന്നെ ഭരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മ യേശുവിനോടൊപ്പം നിനക്ക് ഉണ്ടാകുന്നുമില്ല. ആ ഉണ്ടാകാത്ത സ്ഥിതിക്ക് നീ യേശുവിനോട് ചോദിച്ചാൽ പ്രയോജനമില്ലല്ലോ എന്ന് പറഞ്ഞ് നീ നിൻ്റെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ദൈവം നിനക്ക് തരാത്തതല്ല. നിൻ്റെ മനസ്സ് മാറണം, സ്വഭാവം മാറണം. നീ വിശേഷപ്പെട്ട ആളാണ്, രക്ഷിക്കപ്പെട്ട ആൾ വിശേഷപ്പെട്ട ആളാണ്, അഭിഷേകം സ്വീകരിച്ച ആൾ വിശേഷപ്പെട്ട ആളാണ്. ആ ചിന്ത പോലും നിനക്കില്ല. അത് ഉണ്ടായാൽ നീ രക്ഷപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 50 അതിൻ്റെ 14-ാമത്തെ വാക്യം. സങ്കീർത്തനം 50 അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവത്തിനൊരു കൃതജ്ഞതാ യാഗം അർപ്പിക്കുക. ദൈവം നിനക്ക് എത്രയോ നന്മകൾ, നിനക്ക്, നിൻ്റെ മക്കൾക്കും, നിൻ്റെ കുടുംബത്തിനും, നിൻ്റെ തൊഴിലിനും എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട്. നീ ഓർക്കുന്നുണ്ടോ? എന്നെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇടപ്പാടിൽ പോയതുകൊണ്ട് ഞാൻ ഇത്രമാത്രം രക്ഷപ്പെട്ടതാണ്, ഇടപ്പാടിൽ പോയതുകൊണ്ടാണ് എനിക്ക് അഭിഷേകവും ദൈവത്തിൻ്റെ മകനും മകളുമാകാനുള്ള ഭാഗ്യം ലഭിച്ചത്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപ്പാടിൽ പോയതുകൊണ്ടാണ്. മറ്റുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നവരാരും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നു. എൻ്റെ വീട്ടിനടുത്തുള്ള വീട്ടുകാരെല്ലാം ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരാണ്, പാവപ്പെട്ടവരാണ്. അവർക്ക് കിട്ടാത്ത ഭാഗ്യം എനിക്ക് കിട്ടി
എന്നെ ദൈവം തിരഞ്ഞെടുത്തു, അങ്ങനെ ഇടപാടിൽ ഞാൻ പോകുന്നു എന്നുപോലും ചിന്തിക്കാൻ നിനക്ക് കഴിയാതെ ഇരുന്നാൽ നീ എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ ദാവീദ് പറയുന്നു, ദൈവത്തിനൊരു കൃതജ്ഞതാ യാഗമർപ്പിക്കുക, കൃതജ്ഞതാ സ്തോത്രം അർപ്പിക്കുക. ദൈവമേ, നീ എനിക്ക് ചെയ്ത സകല നന്മകൾക്കായും നിനക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എത്രയോ എത്രയോ നന്മകൾ നീ എനിക്കായി ചെയ്തിട്ടുണ്ട്. നീ ചെയ്ത സകല നന്മകൾക്കുമായി ഞാൻ സ്തോത്രം എന്നുള്ള യാഗം നിനക്കർപ്പിക്കുന്നു. സ്തോത്രം എന്നുള്ളത് കളിക്കുള്ള വാക്കല്ല, അത് അർത്ഥങ്ങൾ നിറഞ്ഞ വാക്കാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അതൊരു യാഗമാണ്, ഒരു ബലിയാണ്. സ്തോത്രം എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിനൊരു ബലി കഴിപ്പിച്ച് കഴിഞ്ഞു എന്നർത്ഥം. നാം ഒരു ബലി കഴിക്കുകയാണ്. സ്തോത്രയാഗമെന്ന ബലി, സ്തോത്രയാഗമെന്ന ബലി നാം കർത്താവിന് അർപ്പിക്കുന്നതാണ്. അതർപ്പിക്കണം. നിനക്കെത്രയോ നന്മകൾ ചെയ്തിട്ടുണ്ട്. കർത്താവേ, നിനക്ക് സ്തോത്രം. എൻ്റെ ദൈവമേ, നിനക്ക് സ്തോത്രം. എൻ്റെ യേശുവേ, നിനക്ക് സ്തോത്രം. എൻ്റെ പ്രാർത്ഥനാപേക്ഷ കേട്ട് കർത്താവേ, നീ വലിയ കൃപകൾ എനിക്ക് ചെയ്തല്ലോ, വലിയ നന്മകൾ ചെയ്തല്ലോ, നിനക്ക് സ്തോത്രം, 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 സ്തോത്രം എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നീ മറന്നുപോയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സ്തോത്രം അങ്ങനെ പറയുമ്പോൾ ഒരു ബലി, ഒരു യാഗം കർത്താവിന് അർപ്പിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. യാഗം അർപ്പിക്കണം, നന്ദി വേണം. ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നീ നന്ദിയുള്ളവളായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. ചെയ്യുന്ന അന്ന് മാത്രം നന്ദി ഹൃദയത്തിൽ നിനക്ക് തോന്നിയെന്ന് വരും. അടുത്ത ദിവസം മറക്കും. ദൈവം ചെയ്ത അത്ഭുതങ്ങളും ദൈവം നിനക്ക് ചെയ്ത അതിശയങ്ങളും നീ ആരോടും മിണ്ടില്ല. കാരണം എനിക്ക് ദൈവം ചെയ്തു, അത് തീർന്നു. ഞാൻ മറ്റുള്ളവരുടെ അടുത്തൊക്കെ എന്തിനു ഞാൻ പറയണം? ഹല്ലേലൂയ. ദൈവത്തിനൊരു കൃതജ്ഞതാ യാഗമർപ്പിക്കുക, അത്യുന്നതനോടുള്ള നിന്റെ നേർച്ചകൾ നിറവേറ്റുക. നീ ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ടായിരിക്കുമല്ലോ. കർത്താവേ, എനിക്കത് ചെയ്യണം, അത് ചെയ്താൽ ഇത് ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞ് നിനക്ക് നേർച്ചകളുണ്ടല്ലോ. ആ നേർച്ചകൾ ഉടനെ നിറവേറ്റണം. അത്യുന്നതനോട്, ദൈവത്തോട് നീ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ആ നേർച്ചകൾ ഉടനെ നിറവേറ്റുക. അങ്ങനെ നിറവേറ്റുന്ന ആളാണെങ്കിൽ, നേർച്ചകൾ കർത്താവിന് കൃത്യമായി കൊടുത്തുകൊണ്ട് അത് നിറവേറ്റുന്ന ആളാണ് എങ്കിൽ, ദുരിത ദിനത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക. നിനക്ക് ദുരിതമുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ നീ എന്നെ വിളിക്ക്. ദുരിത ദിനത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിന്നെ രക്ഷിക്കും. പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വാഗ്ദാനമാണിത്. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ നിറവേറ്റുക. സ്തോത്രം എന്നുള്ള ആ യാഗം കർത്താവിന് അർപ്പിക്കുക. ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും യേശുവേ, നിനക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്ക് എത്രയോ നന്മയായ കാര്യങ്ങൾ നീ ചെയ്തിരിക്കുന്നു. ഓ, സ്തോത്രമെന്ന യാഗം നിനക്കർപ്പിക്കുന്നു. ഓ, എൻ്റെ സ്തോത്രം ബലിയായി നിനക്കർപ്പിക്കുന്നു. എൻ്റെ സ്തോത്രങ്ങൾ നീ സ്വീകരിക്കണമേ എന്ന് ദൈവത്തിന് സ്തോത്ര ബലിയിട്ടുകൊണ്ട് ദൈവത്തോടൊപ്പം നീ കാണപ്പെടണം. ഒന്ന്. രണ്ടാമത്, എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനായിട്ടുള്ളത് ഉടനെ ചെയ്യുക. ദൈവത്തിന് നൽകേണ്ടത് ദൈവത്തിന് നൽകിക്കൊണ്ട് അങ്ങനെ ദൈവത്തോടൊപ്പം നീ കാണപ്പെടുമ്പോൾ, ഏതെങ്കിലും ദുരിത ദിനമുണ്ടാകുമ്പോൾ, നിനക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നിനക്കെന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാകുമ്പോൾ, നിനക്കെന്തെങ്കിലും മനപ്രയാസം ഉണ്ടാകുമ്പോൾ, നിനക്കെന്തെങ്കിലും രോഗം ഉണ്ടാകുമ്പോൾ,
അതിൽ നിന്നും വിടുതൽ കിട്ടാൻ വേണ്ടി, ത്വരിതഗതിയിൽ വിടുതൽ കിട്ടാൻ വേണ്ടി എല്ലാം കർത്താവിനായി ചെയ്യേണ്ടത് കർത്താവിനായി ചെയ്തുകൊണ്ട് ദുരിതനത്തിൽ കർത്താവിനെ വിളിച്ചാൽ അവൻ നിന്നെ രക്ഷപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ചിന്തിക്കണം, നിന്നെ ഏത് നിലവാരത്തിൽ നിന്നും കർത്താവ് ഉയർത്തിയിരിക്കുന്നു. പണവും സ്വത്തും വലിയ മാളികയും കപ്പലും ബോട്ടും തന്നല്ല നിന്നെ ഉയർത്തിയത്. നിനക്ക് തന്ന രക്ഷ അത് വലുതാണ്. നിനക്ക് തന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് വലുതാണ്. നീ എത്ര കോടി കോടി കൊടുത്താലും ലഭിക്കാനാവാത്ത ഈ വലിയ കൃപകൾ കർത്താവ് നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വാസ്തവത്തിൽ നിന്നെ സ്നേഹിക്കുന്നു, നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഇതൊക്കെ നൽകിയിരിക്കുന്നത്. ആ ദൈവം നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ദൈവമാണെന്നുള്ള പൂർണ്ണ ബോധ്യം നിനക്കുണ്ടാകണം. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ആ ദൈവം എനിക്കായി എല്ലാം ചെയ്തു തരും. കാരണം കർത്താവ് എന്നെ രക്ഷയിലേക്ക് നയിച്ചു, ആത്മാവിൻ്റെ അഭിഷേകം തന്നു, കൃപകൾ കൊണ്ട് നിറച്ചു. ആ നല്ലവനായ എൻ്റെ അപ്പൻ, എൻ്റെ യേശു അപ്പൻ എനിക്കായി എല്ലാം ചെയ്യും. ചെയ്യുന്നത് വരെ യേശു അപ്പൻ്റെ പാദപീഠത്തിൽ ഞാൻ കാത്തിരിക്കും, കാത്തിരുന്നെല്ലാം സ്വീകരിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ദൈവസന്നിധിയിൽ കാണപ്പെടുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നു വേണ്ടുന്നതെല്ലാം
ഓടലുമായി നാഥ ചാരയുണ്ട്. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയും എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ஹalleluya 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 ஹalleluya. ஆண்டவராகிய தேவனுக்கு நன்றி சொல்வோம். அவருடைய மகிமையான இல்லத்தில் நம்மை அழைத்து வந்த நல்ல தகப்பனுக்கு நன்றி சொல்லுவோம். ஹalleluya 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 ஹalleluya. அருளப்பர் நற்செய்தி 4ஆம் அதிகாரம் 23, 24 வாசிப்போம். நேரம் வருகிறது. ஹalleluya ஹalleluya. ஆண்டவர் இயேசு வாழ்ந்த காலத்தில் சமாரிய பெண்ணோடு ஆண்டவர், சமாரிய பெண் என்றால் வேற்றினத்தார், கடவுளை தெரியாத பெண், அவளோடு ஆண்டவர் பேசுகிறார். நேரம் வருகிறது, ஏன் வந்தே விட்டது. நேரம் வருகிறது, ஒரு காலம் உண்டு, ஒரு காலம் உண்டு. அந்த நாள் வரப்போகிறது, அந்த நேரம் வரப்போகிறது. ஏன் வந்தே விட்டது. அப்போது மெய்யடியார்கள் ஆவியிலும் உண்மையிலும் பரம தந்தைக்கு தொழுவார்கள், ஆராதிப்பார்கள். ஹalleluya. அப்போது ஆவியோடும் உண்மையோடும் தான் பரம தந்தையை தொழுவார்கள். இந்த இடத்தில் அபிஷேகம் இல்லாதவர்கள் என்று சொல்லுபவர்கள் சுருக்கமாகத்தான் இருப்பாங்க. ஆண்டவர் என்ன கூறுகிறார்? நேரம் வருகிறது, ஒரு காலம் வரும், ஒரு காலம் வரும், ஒரு நேரம் வரும். நேரம் வருகிறது, என் வந்தே விட்டது. அப்போது மெய்யடியார்கள் ஆவியோடும் உண்மையோடும் பரமதந்தையை தொழுவார்கள். ஹalleluya. பரமதந்தையை தொழ வேண்டும். அந்த மக்களுக்கு ஆண்டவர் என்ன செய்வார்? ஆவியை ஊட்டுவார். நீ கேட்டாலும் நீ கேட்காவிட்டாலும் ஆண்டவர் அவருடைய சக்தியை, வல்லமையை உங்கள் மேல் மட்டுமல்ல உலகெங்கும் அனுப்புவார். அடுத்த வசனம் கூறுகிறது, கடவுள் ஆவியானவர், ஆதலால் அவருக்கு ஆராதனை செலுத்துபவர்கள் ஆவியோடும் உண்மையோடும் தான் அவரை தொழுதல் வேண்டும். கடவுள் ஆவியானவர், கடவுள் ஆவியானவர் கூறுவோர் யாரு? ஆண்டவர் இயேசு. கடவுள் ஆவியானவர், ஆதலால் அவரை தொழுபவர்கள் ஆவியிலும் உண்மையோடும் தான் அவருக்கு ஆராதனை செலுத்த வேண்டும். ஹalleluya. ஆவியானவர் குடிகொண்டிருக்கிறார். ஹalleluya ஹalleluya. ஆண்டவரின் வாசஸ்தலம் இது.
ஆண்டவரின் சன்னிதானம், பரலோகத்தின் அடித்தட்டு, உன்னை மேலே கொண்டு போக படிப்பிக்க வேண்டிய அவருடைய வீடு. ஹல்லேலூயா, ஹல்லேலூயா. அருமையானவர்களே, ஆண்டவரின் திட்டங்கள் நிறைவேற வேட்டினத்தாரை கூப்பிட்டு, கடவுளை தெரியாதவர்களை கூப்பிட்டு அவர்களோடு பேச முடியாது. ஆண்டவருக்காக செயல்பட வேண்டியவர்கள் ஆண்டவரின் பிள்ளைகள். ஆண்டவரின் பிள்ளைகள் அவருக்காக செயல்பட வேண்டும். என்ன செய்ய வேண்டும்? மகா எழுப்புதலுக்காக அவரை நோக்கி ஜெபிக்க வேண்டும். எல்லா நாளுமே 2 மணி நேரம் நீங்கள் ஓடோடி வந்து அவருடைய பாதபடிகள் அமர்ந்து அவரை நோக்கி கண்ணீர் சிந்தி ஜெபிக்க வேண்டும். சாதாரணமான ஒன்றல்ல, உலக மகா எழுப்புதல். 800 கோடிக்கு மேலான மக்களுக்காக நாம் ஜெபித்து கொண்டு இருக்கிறோம். உலக கோடிகளுக்காக, எல்லா ஜாதிகளுக்காக சவுதி அரேபியா, மஸ்கட் போன்ற, அபுதாபி போன்ற இஸ்லாம் ராஜ்யங்களுக்காக அவர்களுக்கு தெரியாது, நாம் ஜெபித்து வருகிறோம். ஹல்லேலூயா. அருமையானவர்களே, உங்களுக்கு மட்டுமல்ல, உங்களோடு இருக்கிற ஊர் மக்களுக்கும், உங்கள் குடும்பங்களில் இருப்பவர்களுக்கும், சுற்றியுள்ளவர்களுக்கும், உலகம் எங்கும் இருப்பவர்களுக்கும் அபிஷேகம் தேவை. அந்த காலத்தில் எல்லா ஜனத்தின் மேலும் அபிஷேகம், வல்லமை இறங்கி செயலாட்டும். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவர் தருகிற அபிஷேகம். உங்கள் குடும்பங்களில் இருந்து யாரும் வரவில்லை என்றால் அது அவர்களுக்கு சாபக்கேடு. உங்கள் ஊர்களில் இருந்து யாரும் இல்லை என்றால் அது அவர்களுக்கு சாபக்கேடு. ஏன்? ஆண்டவர் இலவசமாக, தாராளமாக ஓட்டு தண்ணீராக ஆண்டவர் கொடுக்கும்படியாய் அவர் செயலாட்டும் போது, இப்போ எனக்கு தேவையில்லை என்று கூறும் மக்களாய் இருந்தால் அவர்கள் யாருக்குரியவர்கள்? சாத்தானுக்குரியவர்கள். இந்த உலகை நடத்துபவன் பிசாசானவன் சாத்தான். அந்த பிசாசின் கையிலிருந்து மீட்டெடுத்து ஆண்டவருடைய ராஜ்யத்தின் மக்களாக்குவதே எங்களுடைய பிரதான வேலை. ஆண்டவருடைய ராஜ்யத்தின் மக்கள் இவர்கள் யார்? கடவுளின் பிள்ளைகள் என்று சொல்லும்போது ஆண்டவர் மகிமை அடைவார். ஆண்டவருடைய மக்கள், ஆண்டவரோடு இருப்பவர்கள் என்று சொல்ல வேண்டுமென்றால் நீங்கள் எல்லோரும் ஆண்டவருடைய சன்னிதானத்தில் உலக மகா எழுப்புதலுக்காக ஜெபிக்க கடமைப்பட்டவர்கள். உலக மகா எழுப்புதலுக்காக ஜெபிக்க கடமைப்பட்டவர்கள். ஹல்லேலூயா, ஹல்லேலூயா. ஆண்டவருடைய ராஜ்யத்தின் வேலையாட்கள் எழும்ப வேண்டும். ஆண்டவரோடு இருந்த அப்போஸ்தலர்கள், அவர்களை தொட்டு நின்ற சீடர்கள், அவர்களோடு கடந்து சென்ற இரத்த சாட்சிகள், இவர்கள் எல்லாரும் தான் பல சபைகளுக்கும் அடித்தளமானார்கள். வேதனைப்பட்டார்கள், பாடுபட்டார்கள், தலை வெட்டப்பட்டார்கள், தோல் உரிக்கப்பட்டார்கள், உணவில்லாமல் சிறைச்சாலைகளில் அடைக்கப்பட்டார்கள். அவர்கள்தான் அடித்தளம். அது எந்த சபையானாலும் அவர்கள்தான் அடித்தளம். அவர்களால் தான் நாம் என்று ஆண்டவருடைய சன்னிதானத்தில் காணப்படுகிறோம். ஹல்லேலூயா. ஆனால் உண்மையாகவே இப்போதைய காலத்தில் எங்கு பார்த்தாலும் ஆசீர்வாதம். கள்ள வேலையாட்கள் ஆசீர்வாதத்தை சொல்லி மக்களை ஏமாற்றி வருகின்றார்கள். அருமையானவர்களே, உலக சுகம் நாடி, உலகத்தை நாடி, உலக செல்வம் தேடி நாம் ஆண்டவரை விட்டால் அதற்கு மேல்
எதுவும் சொல்வதற்கில்லை. அவருடைய ராஜ்யத்தின் மக்கள் என்பது செயின்டுகளுக்குரிய பதவி. அவருடைய ராஜ்யத்தின் மக்கள் என்பது புனிதர்களின் பதவி. நீங்கள் காணும் அந்தோனியார் குருசடி, பல குருசடிகள், அவர்கள் எல்லோருமே இடப்பாடின் வேலை முடிய இந்த புனிதர்கள் எல்லோரும், அப்போஸ்தலர்கள், சீடர்கள், இரத்த சாட்சிகள் எல்லோரும் இந்த ஸ்தாபனத்தில் ஆண்டவர் ஏற்படுத்திய வேலையை முடிக்க நமக்காய் ஜெபிப்பார்கள். அவர்கள் காத்திருக்கின்றார்கள். ஹல்லேலூயா, ஹல்லேலூயா. எல்லோரும் முழங்கால் படியிடுவோம். Praise the Lord. Glory to Lord. Glory to Father. அப்பா, 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 முன்னிருந்து எங்களை தள்ளிவிடாதே அப்பா. இந்த அபிஷேக வல்லமையை நீர் எடுத்து விடாதேயோ. மேலும் மேலும் தாரும் அப்பா, மேலும் மேலும் வல்லமை தாரும் ஆண்டவரே. மேலும் மேலும் வல்லமை தாரும், வல்லமை தாரும் அப்பா, வல்லமை தாரும் ஆண்டவரே, வல்லமை தாரும் ஆண்டவரே. அபிஷேக வல்லமை, அபிஷேக வல்லமை, அபிஷேக வல்லமை, ஜீவன் தருகிற வல்லமை, ஜீவ சுவாசான வல்லமை, வல்லமை 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 வல்லமை, அற்புத வல்லமை, அற்புத வல்லமை, ஆண்டவர் தருகிற வல்லமை, ஆண்டவரால் ஆசீர்வாதம் தருகிற வல்லமை, சுகம் தருகிற வல்லமை, வியாதி படுக்கையில் விடுதலை தருகிற வல்லமை, வல்லமை 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 வல்லமை, ஆண்டவர் தருகிற வல்லமை. Praise the Lord. Glory to Lord. Glory to Lord. Glory to Lord. Praise the Lord. Praise the Lord. Glory to Lord. அப்பா, நீர் தந்த ஆவியை எடுத்து விடாதே அப்பா. நீர் தந்த பரிசுத்த ஆவியை எடுத்து விடாதே அப்பா. நான் உம்முடைய மகனாக வாழ்வேன் அப்பா. நான் உம்முடைய மகளாக வாழ்வேன். என் குடும்பம் உமக்காக, என் குடும்பம் உமக்காக, என் குடும்பம் உமக்காக, உமக்காக வேலை செய்வேன், உமக்காக உழைப்பேன், உமக்காக எழும்புவேன். அநேக ஆத்துமாக்களை உம்மிடம் அழைத்து வருவேன். என்னை எழுப்பி விடும் ஆண்டவரே. நான் எழும்ப முடியாமல் இருக்கிறேன். என்னை எழுப்பி விடும் ஆண்டவரே, என்னை எழுப்பி விடும் ஆண்டவரே, என்னை எழுப்பி விடும் ஆண்டவரே, என்னை எழுப்பி விடும் ஆண்டவரே. தூத சேனையோடு நீர் வரும்போது நானும் கர்த்தாவே மேலே வர வேண்டும், மேலே வர வேண்டும் அப்பா. ஓ கர்த்தாவே, உமக்கு ஸ்தோத்திரம். பிரைஸ் தி லார்ட். நன்றி ஆண்டவரே, நன்றி ஆண்டவரே, சேனைகளின் ஆண்டவரே. பிள்ளைகள் படிப்பில் முன்னேறட்டும், பிள்ளைகளில் குழந்தைகளில் அறிவு பெருகட்டும், மங்கலான புத்திகள் மாறட்டும், ஆண்டவரின் மக்களாக மாறட்டும், ஆண்டவரின் பிள்ளைகளாக மாறட்டும், ஆண்டவரின் பிள்ளைகளாக மாறட்டும், ஆண்டவரின் பிள்ளைகளாக மாறட்டும். பிரைஸ் தி லார்ட். உமக்கு நன்றி ஆண்டவரே, உமக்கு நன்றி ஆண்டவரே, உமக்கு நன்றி ஆண்டவரே, உமக்கு நன்றி ஆண்டவரே. நன்றியோடு துதிக்கிறோம். ஆசீர்வதிங்கப்பா. குடும்பத்தின் தேவைகளை சந்தியும் ஆண்டவரே. குடும்பத்தின் நெருக்கடிகளை மாற்றும் ஆண்டவரே. கடன் பாரங்களை மாற்றும் ஆண்டவரே. கஷ்டம் கண்ணிகளை மாற்றும் ஆண்டவரே. ஆசீர்வதியும் ஆண்டவரே, ஆசீர்வதியும் ஆண்டவரே. ஆசீர்வதியும், 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 ஆசீர்வதியும். பலப்படுத்தும், சக்திப்படுத்தும், பலப்படுத்தும். உலர்ந்த எலும்புகள் நானேட்டும், உலர்ந்த எலும்புகள் நானேட்டும். பார்வையிட்ட கண்கள் காணட்டும் ஆண்டவரே. கேளாத செவிகள் கேட்கட்டும் ஆண்டவரே. நடக்க முடியாத காலடிகள் நடக்கட்டும் ஆண்டவரே. கர்த்தாவே, உமக்கு ஸ்தோத்திரம். பிரைஸ் தி லார்ட். பிரைஸ் தி ஃபாதர். Glory to Lord. Glory to Lord. Glory to Lord. நன்றியோடுமை துதிக்கிறோம் பிதாவே, நன்றியோடுமை ஸ்தோத்தரிக்கிறோம் ஆண்டவரே. செய்த நன்மைகளை ஏராளம். தகுதியில்லாத மந்தைகள் எங்களை நீர் தகுதிப்படுத்தி எங்களை ஆசீர்வதிக்கிறீர். உன் பொன் கரத்தால் அரவணைக்கிறீர். உம்முடைய உதடுகளால் முத்தமிடுகிறீர். ஆண்டவரே, உமக்கு நன்றி கூறுகிறாப்பா. இந்த இடத்தை காண செய்தீரே,
இந்த இல்லத்தில் நீர் குடிகொண்டீரே. நாங்கள் தெரியாத இதை தெரிய செய்தீரே. உமக்கு ஸ்தோத்திரம் ஆண்டவரே. நன்றி ஆண்டவரே, நன்றி ஆண்டவரே. நன்றியோடு துதிக்கிறோம், நன்றியோடு ஸ்தோத்தரிக்கிறோம், நன்றி செலுத்துகிறோம் பிதாவே, நன்றி செலுத்துகிறோம் பிதாவே. அப்பா உமக்கு நன்றி, அப்பா உமக்கு நன்றி. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். உங்கள் ஜெபம் கேளு நல்ல பிதாவே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, என் முழுமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரி. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரி, ஒரு சகல நன்மையும் ஒருபோதும் மறவாதே. ஆமேன். ஹல்லேலூயா, ஹல்லேலூயா, ஹல்லேலூயா. நன்றி பிதாவே, உமக்கு நன்றி, நன்றி.